പുതിയുഗ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ, പുതിയുഗ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ, 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 കടത്ത നാടിൻ അഭിവാദ്യങ്ങൾ, കടത്ത നാടിൻ അഭിവാദ്യങ്ങൾ, നിലപാടിന്റെ രാജകുമാരൻ പുതിയുഗ യാത്ര സിന്ദാബാദ്, സതീശൻ സിന്ദാബാദ്, വി.ഡി. സതീശൻ സിന്ദാബാദ്, നിലപാടിന്റെ രാജകുമാരൻ വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണൻ, ബഹുമാനിയായ UDF-ന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP, നമ്മുടെ ഈ നാടിൻ്റെ പ്രിയങ്കരനായ MP ശ്രീ ഷാഫി പറമ്പിൽ, നമ്മുടെ ജനകീയയായ നമ്മുടെ MLA ശ്രീ KK രമ, RMB-യുടെ സെക്രട്ടറി ശ്രീ വേണു, പ്രിയപ്പെട്ട ശ്രീ പ്രവീൺ കുമാർ, ശ്രീ പാറക്കൽ അബ്ദുള്ള, ശ്രീ V.D. ജോസഫ്, ശ്രീ പുന്നക്കൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പോരാളികളായ സഹപ്രവർത്തകരെ, നമ്മളൊരു പുതുയുഗത്തിന് തുടക്കം കുറിക്കാനാണ് ഈ യാത്ര നടത്തുന്നത്. 10 വർഷക്കാലത്തെ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മാത്രം നോക്കിയാൽ മതി. അടുത്ത മാസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭരണത്തോട് സലാം പറയും. അപ്പോൾ നിങ്ങളുടെ തലയിൽ, നമ്മുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത് എന്ന് കൂടി അറിയണം നിങ്ങൾ. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടക്കെണിയിലേക്ക് നമ്മളെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെന്റ് പടിയിറങ്ങുന്നത്. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. നിയമസഭയിൽ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഒരു നയാ പൈസ ഇല്ല, നയാ പൈസ. പിന്നെയും പിന്നെയും കടം വാങ്ങിച്ചു കൂട്ടുകയാണ്, ദൂർത്തടിക്കാൻ, അഴിമതി നടത്താൻ. കേരളത്തെ ഇല്ലാതാക്കി, എല്ലാ സ്ഥാപനങ്ങളും ഇല്ലാതായി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി. ആരോഗ്യ രംഗത്ത് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. നമ്മൾ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി 22 പൈസ ഒരു യൂണിറ്റിന് കുറച്ച് തന്നു. ഈ 10 വർഷം കൊണ്ട് വൈദ്യുതി ബോർഡിനെ 50,000 കോടി രൂപയുടെ കടത്തിലാക്കി. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടാൻ എഴുതി കൊടുത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരു കാര്യത്തിന് കേരളത്തിൽ 1-ാം സ്ഥാനമുണ്ട്. എന്തിനാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. അത് പിണറായി വിജയൻ വേറെ ആർക്കും 11 മാസമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത്. 1 ലക്ഷം കോടിയാണ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും അധ്യാപകർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത്. എല്ലാം അടുത്ത ഗവൺമെന്റ് കൊടുക്കണം. പേ കമ്മീഷൻ, ശമ്പള കമ്മീഷൻ വെച്ച് പൈസ കൊടുക്കേണ്ടതിന് ഇപ്പൊ കൊണ്ടുപോയി ശമ്പള കമ്മീഷൻ വെച്ചു. കാരണം 5 മാസം കഴിഞ്ഞ് അവർ റിപ്പോർട്ട് കൊടുക്കൂ. അടുത്ത ഗവൺമെന്റിന്റെ മീതെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യത. മനസ്സിലായ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് വാങ്ങിച്ചതിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത. കാരുണ്യ പദ്ധതി 1200 കോടി രൂപയുടെ ബാധ്യത. 7 ക്ഷേമനിധികൾ തകർന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ട് 19 മാസമായി. എല്ലാ രംഗത്തും തകർച്ചയാണ്, പറഞ്ഞാൽ തീരില്ല. ഓരോ വകുപ്പിലും നയാ പൈസ ഇല്ലാതെ നിൽക്കുകയാണ്. ഇവര് ഈ കേരളത്തെ തകർത്തു. നമ്മൾ ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണി കൂടിയാണ് എന്ന് ജനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് അവരോട് പറയാനുള്ള വാക്ക്, എവിടെയെല്ലാം
ഈ LDF സർക്കാർ കേരളത്തെ തകർത്തു. അവിടെയെല്ലാം കേരളത്തെ എഴുന്നേൽപ്പിക്കാൻ നടത്താൻ സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ഈ പുതുയുഗ യാത്രയിൽ രാഷ്ട്രീയം പറയും. പക്ഷേ രാഷ്ട്രീയത്തെക്കാളേറെ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭാവി കേരളത്തെ കുറിച്ചാണ്. ഇവര് തകർത്തെറിഞ്ഞ ഈ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിന്റെ ഇക്കോണമിയെ നമ്മൾ ശക്തമാക്കും. അതിനുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 2 കൊല്ലക്കാലമായി നിരവധി മലയാളികൾ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകൾ നിരവധി മേഖലകളിൽ ഗവേഷണ തുല്യമായ പ്രവർത്തനങ്ങൾ നടത്തിയ വിശദമായ ഡോക്യുമെന്റുമായിട്ടാണ് നമ്മൾ വരുന്നത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞു. ആ ആരോഗ്യ കേരളത്തെ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് ആരോഗ്യവതിയായി കേരളത്തിലൂടെ നടത്തും. നാളെ കോഴിക്കോട് നമ്മൾ ഇതിനു മുൻപ് ഒരു ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ചു. ഹെൽത്ത് കോൺക്ലേവ് നടത്തി 300 ഡോക്ടർമാർ പങ്കെടുത്തു. വിദേശത്തും കേരളത്തിലുമുള്ള മലയാളി ഡോക്ടർമാർ 150 പേർ കഠിനാധ്വാനം ചെയ്ത് കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു ഹെൽത്ത് ഡോക്യുമെന്റ്, ഒരു ആരോഗ്യരേഖ നാളെ നമ്മൾ കോഴിക്കോട് പ്രകാശനം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആരോഗ്യരംഗം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ലോകത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റും. ആരോഗ്യരംഗം നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി ലോൺ എടുത്ത് വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ, പ്രോഗ്രാമുകൾ പഠിക്കാൻ. ഇവിടെ ഇല്ല. UDF അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് വാക്ക് പറയുന്നു, UDFന് വേണ്ടി അവർ ജർമ്മനിയിലും UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ UDF ആരംഭിക്കും. അവരത് പഠിച്ചു കഴിഞ്ഞ് പുറത്തു വന്നാൽ അവർക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളം ഇന്നുവരെ കാണാത്ത സമഗ്രമായ ഒരു തൊഴിൽ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ പറയും. കേരളത്തിൽ നമുക്കൊരു സ്വപ്ന പദ്ധതിയുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 ഇന്റർനാഷണൽ സീ പോർട്ടുകളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി പോർട്ടുകളുണ്ട്. ഈ പോർട്ടുകളെല്ലാം സംയോജിപ്പിച്ച് നമ്മൾ മിഷൻ സമുദ്ര എന്ന പേരിൽ ഒരു കോസ്റ്റൽ ഷിപ്പിംഗ് സംവിധാനം തുടങ്ങിയാണ്. റോഡിലൂടെ പോകുന്ന ഈ സാധനങ്ങളുടെ ഭൂരിഭാഗവും കടലിലൂടെ പോകും. 4-1 ചെലവിൽ റോഡ് ഫ്രീ ആവും. കേരളത്തിലെ ഈ തുറമുഖങ്ങൾ, മിനി തുറമുഖങ്ങളെല്ലാം, അതിനെല്ലാം വികസിപ്പിച്ച് ഈ സംസ്ഥാനത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ കൊച്ചിയിൽ പ്രഖ്യാപിക്കും. സമഗ്രമായ ഒരു പദ്ധതി, മാറ്റങ്ങൾ, തീരപ്രദേശത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന പദ്ധതി. 2 ഇന്റർനാഷണൽ എയർപോർട്ടുകളെ, കൊച്ചിയെയും കണ്ണൂരിനെയും സംയോജിപ്പിച്ച് 27 ഏവിയേഷൻ പ്രോജക്റ്റുകൾ കൊണ്ടുവരും. ഈ സംസ്ഥാനത്ത് ഇന്നുവരെ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി, ഗ്രഹപാഠം നടത്തി. വെറും മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനങ്ങളല്ല, വിഷൻ ഡോക്യുമെന്റ് ആണ്. സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതിക കാര്യങ്ങൾ പരിശോധിച്ച്, സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് കൊണ്ടുവരുന്ന സമഗ്രമായ പദ്ധതി, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പദ്ധതികൾ. കേരളത്തിന്റെ മുഖച്ഛായ നമുക്ക് മാറ്റണം. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന് കേരളത്തിൽ തിരശ്ശീല ഉയരണം. നമുക്കിനി പിന്നോട്ട് നടക്കാൻ കഴിയില്ല. നമ്മളിനി മുന്നോട്ടാണ് കുതിക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഈ കേരളം ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് UDF ആവിഷ്കരിക്കുന്നത്. അത് UDFന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഉറപ്പാണ്. കേരളത്തിൽ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് പുതുയുഗ യാത്ര എന്ന പേരിട്ടത്. പുതുയുഗമായിരിക്കും കേരളത്തിലെന്ന സംശയമില്ല. ഇവിടെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാണ്. വർഗീയതയാണ് CPM-ന്റെ ആയുധം. നമുക്കറിയാം, സംഘപരിവാർ, BJP എവിടെ ചെന്നാലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കും, വിദ്വേഷ പ്രസംഗം നടത്തും, ശത്രുക്കളാക്കും, കലാപങ്ങൾ ഉണ്ടാക്കും. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കും. ചേട്ടൻ ബാവ ഡൽഹിയിൽ പോകുന്ന അതേ പാതയിൽ അനിയൻ ബാവ കേരളത്തിലും പോവുകയാണ്.
ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. എനിക്ക് പിണറായി വിജയന്റെ 35 ദിവസത്തെ പ്രസംഗം ഓർമ്മയുണ്ട്. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞത് കാപട്യമാണെന്ന് അവർ വോട്ട് ചെയ്തില്ല. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി. ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിന് ഇന്റർവ്യൂ. കേരളത്തിലെ മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ച് തുടർച്ചയായി ഷാഫി സൂചിപ്പിച്ചതുപോലെ AK ബാലന്റെ പ്രസ്താവന, അതിന്റെ പുറകെ ഷജി ചെറിയാന്റെ പ്രസ്താവന, CPM നേതാക്കളുടെ പ്രസ്താവന. പിന്നെ പറഞ്ഞ് ഈ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വർഗീയ പ്രസംഗം നടത്തുന്നവർക്ക് കൊണ്ട് പൊന്നാട അണിയിക്കും, അവരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മൊത്തം കൺഫ്യൂഷനായി. ആരുമില്ല കൂടെ, ഭൂരിപക്ഷം ഇല്ല കൂടെ, ന്യൂനപക്ഷം ഇല്ല കൂടെ. എന്നിട്ടും വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്, തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർ. അവരുടെ കയ്യിലേക്ക് CPM തീപ്പന്തം എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, UDF ഉള്ള കാലത്തോളം ഒരാളും ഇനി വർഗീയത പറയാൻ കേരളത്തിൽ സമ്മതിക്കില്ല. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. മതേതര കേരളമാണിത്. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും 4 വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയത പറയില്ല. വർഗീയത പറയുന്നവനെ എതിർക്കുക തന്നെ ചെയ്യും. വിട്ടുവീഴ്ചയില്ലാത്ത, കോംപ്രമൈസ് ഇല്ലാത്ത അതിശക്തമായ നിലപാടാണ് ടീം UDF. കേരളത്തെ തകർക്കാൻ ഒരു ശക്തിയെയും നമ്മൾ സമ്മതിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഓർമ്മയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ കൊച്ചുമക്കളും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കേരളം ഉണ്ടാകണം. ആ കേരളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ കരുതുന്നത്, നമ്മുടെ അതിശക്തമായ ഈ മതേതര നിലപാട് മതേതര കേരളം ഇരുകൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. കൊടുങ്കാറ്റുണ്ടാവും കേരളത്തിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് മുഴുവൻ ക്രിമിനലുകളും ഗുണ്ടകളും തെരുവിലാണ്, പലരും പരോളിലാണ്. TP ചന്ദ്രശേഖരന്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര പ്രാവശ്യമാണ് പരോൾ കൊടുത്തത്? 1000-ത്തിലധികം ദിവസം പരോൾ കിട്ടിയ പ്രതികളുണ്ട്. പരോൾ, ഇത്രയും വലിയ ക്രൂരമായ കൊലപാതക കേസിലെ പ്രതികൾ. എന്താണ് പരോൾ കൊടുക്കാനുള്ള സംവിധാനം? ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അസുഖമുണ്ടാകണം, അപ്പോഴാണ് കൊടുക്കേണ്ടത്. 1000 ദിവസം എന്റെയൊക്കെ ബന്ധുക്കൾ മരിച്ചോ? പിന്നെ ബന്ധുക്കൾ സീരിയസ് ആയി കിടന്നോ? കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? കാരണം പറഞ്ഞിരിക്കുന്നത്, ലിവിങ് വിത്ത് ദെയർ ഫാമിലി, കുടുംബത്തോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ടാണ് പരോൾ കൊടുക്കുന്നത്. ഒരു സ്ത്രീയുടെ, ഒരു കുടുംബത്തിന്റെ നാഥൻ ഇല്ലാതാക്കിയിട്ടാണ് ആ പ്രതികൾക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ പരോൾ കൊടുക്കുന്നത്. നീ ജയിലിലാണെങ്കിൽ ഇതിനേക്കാൾ സുഖമാണ്, പുറത്ത് കിടക്കുന്നതിനേക്കാൾ സുഖമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ iPhone 17 വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു iPhone വേണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് iPhone കൊണ്ടുവയ്ക്കുന്നു. ലേറ്റസ്റ്റ് iPhone അവന്മാർ ഉപയോഗിക്കുന്നു. ഭക്ഷണം തലേ ദിവസം പറയും, രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തണ്ടൂരി ചിക്കൻ. മറ്റേ സാധനം തലേ ആഴ്ച പറയും ബ്രാൻഡ്, അത് കൊണ്ടേ കൊടുക്കും. പുറത്തേക്ക് കൊണ്ടുപോയി നടന്നാൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറ്റിയ മദ്യവും ഭക്ഷണവും. എന്താ കാര്യം? CPM നേതാക്കൾക്ക് പേടിയാണ്. ഒരു ഗൂഢാലോചന ഉണ്ട് ആ കേസിൽ, ഇപ്പോഴും അറിയാം. അവരാ ഗൂഢാലോചനയുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ സ്റ്റേറ്റുകാരിൽ നടക്കുന്ന പല നേതാക്കളും ജയിലിൽ പോകും. അവരിവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാറ്. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പാവങ്ങളല്ലേ, ഒരു എയർ കണ്ടീഷൻ കൂടി വെച്ചു കൊടുക്കും, ഇനി അതിന്റെ കുറവേ ഉള്ളൂ ജയിലിൽ. പിന്നെ മുഖ്യമന്ത്രി അടുത്തൊരു പ്രസ്താവന നടത്തി, പുതിയ സാങ്കേതിക വിദ്യ കേരളം സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ നോക്കി പല സ്ഥലത്തും, എവിടെയാണ് സാങ്കേതിക വിദ്യ സ്വീകരിച്ചിരിക്കുന്നത്, പുതിയ എന്ത് പദ്ധതി? അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, ജയിലിൽ കിടക്കുന്ന പ്രതികൾ പരോൾ കിട്ടാൻ വേണ്ടി DIGക്ക് കൈക്കൂലി ഗൂഗിൾ പേയിലാണ് അയക്കുന്നത്. ഇപ്പോഴാണ് സാങ്കേതിക വിദ്യ കേരളത്തിൽ എത്ര ഭംഗിയായിട്ടാണ് നടപ്പാക്കിയെന്ന് മനസ്സിലാക്കുക. കൈക്കൂലി ഗൂഗിൾ പേയിൽ അയക്കാൻ
ആദ്യമായി കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ സ്ഥലം കേരളമാണ്. പിണറായി വിജയൻ അഭിമാനിക്കാം. സാങ്കേതിക വിദ്യ സ്വീകരിച്ചു. നാണമില്ലേ പറയാ? വാട്സപ്പിൽ കൊട്ടേഷൻ അയക്കും. അവിടെ നിന്ന് ജയിലിൽ കിടന്ന് പുറത്തേക്ക് കൊട്ടേഷൻ, മയക്കുമരുന്ന് വ്യാപാരം, ഇതെല്ലാം നടത്തും. ഇങ്ങനെ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും നാടാക്കി ഇവർ കേരളത്തെ മാറ്റി. എന്നിട്ട് പാവങ്ങളെ കബളിപ്പിക്കും. 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപ പെൻഷൻ 2500 രൂപയാക്കി മാറ്റി. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടി. ഇത് പിന്നെ 2 മാസമുള്ള 400 രൂപ കൂട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ നിങ്ങൾ പരീക്ഷിക്കുന്നു. അവർ വിവരമുള്ളവരാണ്. അവരെന്ത് ചെയ്തു? ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അതാണ് നമ്മുടെ MM മണി സഖാവ് ഇടുക്കി എന്ന് പറഞ്ഞ അവന്മാര്, കൊള്ളരുതാത്തവന്മാര് നമ്മുടെ കാശും മേടിച്ച് അവർ പോയി UDF വോട്ട് ചെയ്തു. കൊള്ളരുതാത്തവരൊന്നുമല്ല, ബുദ്ധിയുള്ളവരാ. അവർക്കറിയാം ഈ 2 മാസം മാത്രമേ LDF പെൻഷൻ കൊടുക്കുള്ളൂ. അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം അവർക്കുണ്ട്. ഇവര് ഇപ്പോ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ CPM-ന് ലോട്ടറി അടിക്കുന്ന പോലെ. നിങ്ങൾ കണ്ടില്ലേ പയ്യന്നൂരിൽ ധനരാജ്, ഇവിടെ ഷാഫി പറഞ്ഞു, ആ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി പാർട്ടിക്കാർ. അത് ചോദ്യം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പുറത്ത്. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ 3 നേതാക്കന്മാർ, വെറുതെ സ്വർണം അടിച്ചു മാറ്റിയല്ല, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെ പറ്റിച്ചു. അയാൾക്കറിയില്ല ഇത് കള്ള മുതലാന്ന്. കോടികൾ വാങ്ങിച്ചു. എന്നിട്ട് ഈ ചെമ്പിൽ വ്യാജനൊരെണ്ണം ഉണ്ടാക്കി അതിൽ സ്വർണ്ണം പൂശി അവിടെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ സ്വർണവും ദ്വാരപാലക ശില്പവും അയ്യപ്പന്റെ കൊള്ള ചെയ്ത 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. അവർക്കെതിരെ നടപടിയില്ല. കുഞ്ഞികൃഷ്ണനെതിരായി നടപടി. എന്തൊരു വൈരുദ്ധ്യമാണ്! എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ശരിയല്ലേ? ശരിയാണ്. ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. എന്തൊരു പാർട്ടിയാണ്! അഭിമന്യുവിന്റെ കൊച്ചിയിൽ കൊല ചെയ്യപ്പെട്ടു, അടിച്ചു മാറ്റി ഫണ്ട്. തിരുവനന്തപുരത്ത് വിഷ്ണുവിനെ സംഘപരിവാറുകാർ കൊന്നു, അവന്റെ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് പോകുന്നത് ഈ യാത്രയ്ക്കായി കാസർഗോഡ്. 5-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത്. രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. ഇവരിടതൊന്നുമല്ല, ഇവര് കമ്മ്യൂണിസ്റ്റും അല്ല, ഇടതുമല്ല, ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. നിങ്ങൾ നോക്കിക്കോ. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ, ലോക്കൽ ബോഡി നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോ. അവർ നമുക്ക് വോട്ട് ചെയ്യും. വംശമൊന്നും വേണ്ട, എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു വന്നു ഇടതുപക്ഷ സഹയാത്രികൻ. കാരണം ഇടതു വന്നാൽ നല്ലതാണ്, ഇടതു വന്നാൽ നാടിന് ഗുണം ചെയ്യും, നാടിന് മാറ്റമുണ്ടാകും എന്ന് സത്യസന്ധമായി വിശ്വസിച്ച് നടന്ന 4 പതിറ്റാണ്ട് കാലം നടന്ന ഇടതുപക്ഷ സഹയാത്രികൻ. അവരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചു. നമ്മളെക്കാൾ അവർക്ക് വാശിയാണ് ഇവന്മാരെ താഴെ ഇറക്കാൻ. കഴിഞ്ഞ ദിവസം കവി സച്ചിദാനന്ദൻ എന്താ പറഞ്ഞത്? തുടർ ഭരണം വേണ്ട, അല്ലേ? തുടർ ഭരണം വേണ്ട. മലയാളിയുടെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് സാറ ടീച്ചർ എന്താ പറഞ്ഞത്? അയ്യോ പിണറായി 3 വേണ്ട. ഞാൻ ഈ പിണറായി 3 എന്ന് പറയുന്നതിന് ഇത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. എന്താ കാര്യം എന്നറിയാം? പിണറായി 3 എന്ന് പറയുമ്പോഴേക്കും ആളുകൾ തലേ കൈ വയ്ക്കും. എൻ്റെ അമ്മയവന്മാർ 3ാമതും വരുവാണ്. അതിനെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റും. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 77 ഞാൻ സ്കൂളിൽ പഠിക്കുക. അപ്പോൾ CPM-ന്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഭയങ്കര മുദ്രാവാക്യം. 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. അതായത് 57-ലും 67-ലും മുഖ്യമന്ത്രിയായ EMS 77-ലും മുഖ്യമന്ത്രിയാവും. ഈ പിണറായി 3 പോലത്തെ ഒരു സാധനം. 77-ൽ എന്താ സംഭവിച്ചത്? കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി. 140-ൽ 111 സീറ്റ് നേടി. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. കെ കരുണാകരൻ ലീഡർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അത് തന്നെ ഇപ്പോഴും സംഭവിക്കും. അത് തന്നെ സംഭവിക്കാൻ പോവാണ് ഇപ്പൊ കേരളത്തിൽ. അന്ന് 2000 വോട്ട് തികച്ചു കിട്ടിയില്ല ആർക്ക്? EMS നമ്പൂതിരിപ്പാട്. അത്രയുള്ള പിണറായി 3-ന്റെ കാര്യം. അപ്പൊ ഇടയ്ക്ക് ഇത് അവർ പറയുന്നത് നമുക്ക് നല്ലതാണ്. കാരണം ജനങ്ങൾ ഇവർ വീണ്ടും വരുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാലോ. എല്ലാവരും വെറുക്കുന്ന
ഗവൺമെൻറ്റായി ഭരണകൂടമായി ഇത് മാറി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വടകര ഇന്ന് നമ്മുടെ ജനാധിപത്യ ശക്തികളുടെ കോട്ടയാണ്. ജനാധിപത്യ ശക്തികളുടെ കോട്ട. അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എല്ലാം ഉൾപ്പെടെ ഉജ്ജ്വലമായ വിജയം നേടുന്ന സ്ഥലമാണ്. റെക്കോർഡ് ഭൂരിപക്ഷം നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകണം. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF, പഴയ UDF ഒന്നുമല്ല, ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ വടകരയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ഉണ്ടാകുന്ന UDF അല്ല ഉണ്ടാകും. ഈ നാട്ടിൽ മാറ്റമുണ്ടാകും, പുതുയുഗമുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് നൽകിയ ഈ പുരിവെയിലത്ത് നൽകിയ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ ചുരുക്കും. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന് കടത്തനാടിന്റെ പ്രതീകമായിട്ടുള്ള വാളും പരിചയും ശ്രീ കോട്ടയിലും NP അബ്ദുള്ള ഹാജിയും നൽകുന്നു. ശ്രീ സതീശൻ കുര്യാടി ബ്ലോക്ക് പ്രസിഡന്റ്, ശ്രീ പ്രഭാകരൻ ബ്ലോക്ക് പ്രസിഡന്റ്, ശ്രീ PP ജാഫർ, ശ്രീ MP അബ്ദുൽ കരീം, ശ്രീ BK അസീസ് മാസ്റ്റർ, മനം പോലെന്നും പൊന്മാംഗല്യം. Bobby Chamanur International Jewelers.